Hi students, welcome back to Maths B Social Science class. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്ത് പഠിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചും അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്? ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്, ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്തുണ്ടായി എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ, ഫ്രഞ്ചുകാര് ഒരുപാട് സ്ട്രഗിളിന് ശേഷമാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്തുണ്ടായി, ഫ്രഞ്ച് വിപ്ലവം എങ്ങനെ യൂറോപ്പിനെ സ്വാധീനിച്ചു, അവിടെ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ കണ്ട ഒരു പ്രസ്താവന കാണാണ്ട് അല്ലെ, ആരുടെയാണ്? മെറ്റേണിക്, ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്. എന്താ പറയുന്നത്? വെൻ ഫ്രാൻസ് നീസസ്, ഫ്രാൻസ് തുമ്മിയാൽ ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്, യൂറോപ്യൻ രാജ്യങ്ങൾക്കാകെ എന്താണ്? യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നാണ് മെറ്റേണിക് ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യൂറോപ്പിനെ സ്വാധീനിച്ചത് എന്ന് നമുക്കിനി നോക്കാം അല്ലെ. സോ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെയൊക്കെ അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ സൊസൈറ്റീനെയും ഒക്കെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. എന്താ പറയുന്നത്? സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തെ മറ്റു വിപ്ലവങ്ങൾക്ക് എന്താണ്? ആവേശം പകരാനായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനിച്ചു. അതായത് ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. അപ്പൊ ഇനി വരാൻ പോകുന്ന വിപ്ലവങ്ങൾക്ക് ആവേശം പകരാനായിട്ട് എന്തിനു സാധിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചു. ഇനി അടുത്തത് എന്താണ്? എൻറ്റർ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. അപ്പൊ എന്താ പറയുന്നത്? എൻറ്റർ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഫ്യൂഡൽ സിസ്റ്റം അവസാനിപ്പിക്കാനായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞു. മാത്രമല്ല, ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, അവർക്ക് എന്തിനു സാധിച്ചു? ഏകാധിപത്യം നടത്തുന്ന ഭരണാധികാരികളെ ചോദ്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ആർക്ക് വന്നു? അവിടുത്തെ ജനങ്ങൾക്ക് വന്നു. ഇനി അടുത്തത് എന്താണ്? proclaimed that nation is no merely a region but the people. എന്താണ്? എന്ത് പ്രഖ്യാപിച്ചു? രാജ്യം എന്നുള്ളത്, അതായത് നേഷൻ എന്നുള്ളത് ഒരു പ്രദേശം അല്ല, മറിച്ച് എന്താണ്? ജനങ്ങളാണ്. രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശമാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റില്ല, മറിച്ച് എന്താണ്? അവിടുത്തെ ജനങ്ങളാണ് എന്നാണ്, ജനങ്ങളാണ് എന്ന് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ മനസ്സിലായി. ദെൻ അടുത്തത് എന്താണ്? കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവർണിറ്റി. എന്താണ്? കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവർണിറ്റി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകാനായിട്ട് സാധിച്ചു. എന്തിനു സാധിച്ചു? ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകാനായിട്ട് സാധിച്ചു. ദെൻ അടുത്തത് ഏതാണ്? led to the emergence of nationalism. എന്തുണ്ടായി? led to the emergence of nationalism. നാഷണലിസത്തിന്റെ ഉയർച്ചയ്ക്ക്, അതായത് ദേശീയതയുടെ ഉയർച്ചയ്ക്ക് കാരണമായി. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഏത് രാജ്യക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യക്കാരനാണെന്ന് പറയാന് നമുക്ക് കഴിയുന്നുണ്ട് അല്ലെ. അതുപോലെ ആ രാജ്യത്തിനോടുള്ള ഒരു സ്നേഹം, അതൊക്കെ വരാനായിട്ട് ഫ്രഞ്ച് വിപ്ലവം സഹായിച്ചു. ലെഡ് ദ എമർജൻസ് ഓഫ് നാഷണലിസം, നാഷണലിസത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ദെൻ ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ
helped the growth of the middle class. എന്തിനു സാധിച്ചു? helped the growth of the middle class. മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി അല്ലെ. നമ്മൾ പഠിച്ചു അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിലെ 3 എസ്റ്റേറ്റുകളെ കുറിച്ച് പഠിച്ചു. അതിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു മിഡിൽ ക്ലാസ് ആയിരുന്നു. ആ മിഡിൽ ക്ലാസിന്റെ ഗ്രോത്തിന് കാരണമായി എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെന്താണ്? സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, 1792 ഫ്രഞ്ചിന് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലെ. ഫ്രഞ്ച് റിപ്പബ്ലിക് ആയി. അതിനു മുൻപ് എന്തുണ്ടായി? ബാസ്റ്റിൻ ജയില് എന്ത് ചെയ്തു? അവര് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് തകർത്തു എന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചതാണ്. അപ്പൊ ഇതെന്താണ്? സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഒന്നുകൂടി പ്രചരിപ്പിക്കാൻ എന്തിനു സാധിച്ചു? ഫ്രഞ്ച് റവല്യൂഷന് സാധിച്ചു. അപ്പൊ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് ഇപ്പോ? ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അല്ലെ. ഫ്രഞ്ച് റവല്യൂഷൻ യൂറോപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് നമ്മളിപ്പോ നോക്കിയത് അല്ലെ. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞു, സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തെ മറ്റു വിപ്ലവങ്ങളൊക്കെ ആവേശം നൽകി. then ended the feudal system in Europe and threatened the autocratic റൂൾ. അതായത് ഏകാധിപത്യമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. then എന്താണ്? രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഒരു പ്രദേശമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ജനകീയ പരമാധികാരം എന്ന ആശയം പ്രചരിപ്പിച്ചു. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയതയുടെ ഉയർച്ചയ്ക്ക് കാരണമായി. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ആൻഡ് ലാസ്റ്റ് എന്താണ്? സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി. ഈ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് എന്തിനു സാധിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനിച്ചു. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം എന്താണ്? നമ്മളെ വളരെയധികം സ്വാധീനിച്ചു അല്ലെ. ഇനി നമുക്ക് നോക്കാം എന്താ ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത് എന്ന് നോക്കാം അല്ലെ. എങ്ങനെയാണ്? The French Revolution influenced Tipu Sultan, the ruler of Mysore. അപ്പൊ എന്താണ്? ഫ്രഞ്ച് വിപ്ലവം ഏറ്റവും അധികം സ്വാധീനിച്ചത് ആരെയാണ്? ഇന്ത്യയിലെ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഏറെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അതായത് ഏറെ സ്വാധീനിച്ചത്. He treated the alliance with the French as the strategy to fight against the British rule in India. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഫ്രഞ്ചുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിന്റെ എയിം എന്തായിരുന്നു? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് എന്ത് കണ്ടു? ഫ്രഞ്ചുമായിട്ടുള്ള സഖ്യം അദ്ദേഹം കണ്ടു. ഫ്രഞ്ചുമായിട്ടുള്ള സഖ്യത്തിൽ ഏർപ്പെട്ടത് എന്തിനാണ്? ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരുമായിട്ട് എന്തിന് ഏർപ്പെട്ടു? സഖ്യത്തില് ഏർപ്പെട്ടു. He adopted the name Citizen Tipu and planted the tree of liberty at Srirangapattanam, his capital. മാത്രമല്ല എന്ത് ചെയ്തു അദ്ദേഹം? പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൈസൂറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്തിൽ എന്ത് ചെയ്തു? ലിബർട്ടി ട്രീ. ലിബർട്ടി ട്രീ എന്താണ്? ലിബർട്ടി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്വതന്ത്ര മരം നടുകയും ചെയ്തു. അപ്പൊ എന്താ ചെയ്തത് അദ്ദേഹം? ഹി അഡോപ്റ്റഡ് ദ നെയിം ഓഫ് സിറ്റിസൺ. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. മാത്രല്ല എന്താ ചെയ്തത്? ഹി പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി അറ്റ് ശ്രീരംഗപട്ടണം. അദ്ദേഹത്തിന്റെ തലസ്ഥാനത്ത് എന്ത് ചെയ്തു? ശ്രീരംഗപട്ടണത്തെ അദ്ദേഹം
സ്വതന്ത്ര മരം നടുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. ദെൻ ഫൈനലി എന്താ പറയുന്നത്? ഹി ഓൾസോ ടുക്ക് മെമ്പർഷിപ്പ് ഇൻ ദ ഫ്രഞ്ച് ക്ലബ് ജാക്കോബിൻ. മാത്രമല്ല ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനില് മെമ്പർഷിപ്പ് എടുക്കുകയും അംഗമാവുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ എന്താണ്? ഇന്ത്യയും ഫ്രഞ്ച് റെവല്യൂഷനും തമ്മില് ഫ്രഞ്ച് റെവല്യൂഷന് ഇന്ത്യയെ സ്വാധീനിക്കാനും കഴിഞ്ഞു അല്ലെ. ആരെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? നമ്മുടെ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയാണ് ഏറെ അത് സ്വാധീനിച്ചത്. എങ്ങനെയാണ്? അദ്ദേഹം ഫ്രഞ്ചുകാരുമായി ഒരു അലയൻസിൽ ഏർപ്പെട്ടു. മാത്രമല്ല അദ്ദേഹത്തിന്റെ തലസ്ഥാനത്ത് ഒരു സ്വതന്ത്ര മരം നട്ടു. മാത്രമല്ല ഒന്നും കൂടി ചെയ്തു അല്ലെ. എന്താ ചെയ്തത്? അദ്ദേഹം ഫ്രഞ്ച് ജാക്കോബിൻ ക്ലബില് അംഗമായി. മാത്രമല്ല പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഇനി നമ്മൾ കാണുന്നത് എന്താണ്? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ്. ഫ്രാൻസിലെ എന്താണ്? ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതെന്താന്ന് നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. എന്താണ്? മനുഷ്യൻ ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. തുല്യ അവകാശങ്ങളോട് അവൻ എന്ത് ചെയ്യണം? സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. സ്വതന്ത്രനായിട്ട് തന്നെയാണ് എന്ത്? തുല്യ അവകാശത്തോടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. അടുത്തത് എന്താണ്? The aim of all political associations in the preservation of the natural and imprescriptible rights of man. These rights are liberty, property, security and resistance to oppression. എന്താ പറയുന്നത്? എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശം എന്തായിരിക്കണം? മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം. ആ അവകാശങ്ങൾ ഏതൊക്കെയാ പറയുന്നത്? ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ സോവർണിറ്റി റിസൈഡ്സ് എസെൻഷ്യലി ഇൻ ദ നേഷൻ. ലിബർട്ടി കൺസിസ്റ്റ് ഇൻ ദ ഫ്രീഡം ടു ഡു എവറിത്തിങ് വിച്ച് ഇൻജേഴ്സ് നോ വൺ എൽസ്. അപ്പൊ എന്താ പറയുന്നത്? ലിബർട്ടിയിലെ എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ ആണ് കുടികൊള്ളുന്നത്. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ, അതായത് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരം ഏതിൽ കൊടുക്കുന്നുണ്ട്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആസ് ആർ ഹേർട്ട്ഫുൾ ടു ദ സൊസൈറ്റി. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? നിയമത്തിന് ഉള്ളൂ. അതാണ് എന്തിൽ പറയുന്നത്? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് പറയുന്നത്. ഇനി എന്താണ്? നമ്മൾ എന്ത് പഠിച്ചു? ഇൻഫ്ലുവൻസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി എന്താ പറയാൻ പോകുന്നത്? ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും എന്ന വിഷയമാണ് നമ്മളിനി നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ട് അല്ലെ. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മഹത്തായ ഒരു വിപ്ലവമാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവം അല്ലെ. ഒരുപാട് സ്ട്രഗിൾ നേടിയിട്ടാണ് അവർ ആ ഫ്രഞ്ച് വിപ്ലവം നേടിയത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ പറയാനായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അവർക്ക് എന്താണ്? ആ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ചു കാലം എന്താണ്? നെപ്പോളിയന്റെ ഏകാധിപത്യത്തിന്റെ കീഴില് കഴിയേണ്ട ഒരു അവസ്ഥ വന്നു. അതിന് കാരണം എന്തായിരുന്നു? ബ്രിട്ടന്റെ നേതൃത്വത്തില് ഫ്രാൻസിനെതിരെ എന്തായി? ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിച്ചു. പക്ഷെ ഈ യൂറോപ്യൻ സഖ്യത്തെ തോൽപ്പിക്കുന്നതിൽ നെപ്പോളിയൻ വളരെ നല്ല പങ്ക് വഹിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ യുദ്ധത്തിന് ശേഷം 1799 അവിടുത്തെ ഭരണാധികാരിയായിട്ട് വരികയും ഭരണം നടത്തുകയും ചെയ്തു. അദ്ദേഹം എന്താണ്? ഒരു ഏകാധിപതിയായിട്ടുള്ള
ഭരണാധികാരി ആയിരുന്നു എങ്കിലും എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ഫാർമേഴ്സ് were made the owners of land. കൃഷിക്കാരെ എന്താക്കി, കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അതുവരെ എന്താണ്, മറ്റുള്ളവരുടെ കൃഷിഭൂമിയിലാണ് അവർ കൃഷി ചെയ്തിരുന്നത്. പക്ഷെ നെപ്പോളിയൻ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരത്തിൽ എന്തുണ്ടായത്, കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ എന്താക്കി, ആ ഭൂമിയുടെ അവകാശികളാക്കിയിട്ട് മാറ്റി. ഇനി എന്താ പറയുന്നത്, ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. എന്താണ്, പൊതുകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ദെൻ അടുത്തത് എന്താ പറയുന്നത്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു. പിന്നെന്താ പറയുന്നത്, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. എന്താ പറയുന്നത്, പുരോഹിതന്മാരുടെ മേലില് ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. അപ്പൊ എന്താണ്, ഫിനാൻസ് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഫിനാൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പിന്നെ എന്ത് ചെയ്തു, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി മാറ്റിയിട്ട് പുതിയൊരു എന്താണ്, ന്യൂ കോഡ് ഓഫ് ലോ, പുതിയൊരു നിയമസംഹിത രൂപപ്പെടുത്തി. ഇതൊക്കെയാണ് എന്ത്, നെപ്പോളിയൻ 1799 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെ. ഇതിലൊക്കെ എന്താണ്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ചെയ്തത് അല്ലെ. ഒന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. ഏകാധിപതി ആണെങ്കിലും അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, കൃഷിക്കാരനെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പിന്നെന്താണ്, ഒരു സിങ്കിങ് ഫണ്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്, ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് റോഡ്സ് ഉണ്ടാക്കി. എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, പുരോഹിതന്മാരുടെ മുകളില് നല്ലൊരു നിയന്ത്രണം ആർക്കുണ്ടായിരുന്നു, ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്, ഫിനാൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ആൻഡ് ഫൈനലി പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എന്താണ്, പുതിയൊരു നിയമസംഹിത രൂപപ്പെടുത്തി. ഇതൊക്കെയാണ് അദ്ദേഹം എന്തിൽ ചെയ്തത്, ഈ കാലഘട്ടങ്ങളിൽ ചെയ്തത്. മാത്രമല്ല 1815 എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടമാവുന്നത് എന്ന് ഇനി നമുക്ക് നോക്കാം അല്ലെ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടമാവുന്നത് എന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അതെന്താണ്, അദ്ദേഹം ഏകാധിപതിയാണ്, നമ്മൾ പറഞ്ഞില്ലേ. ഏകാധിപതി ആണെങ്കിലും യൂറോപ്പിലെ ജനങ്ങൾക്ക് എന്തായി, ഇനി ഫ്രഞ്ചിൽ നിന്ന് മാറി ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഭരിക്കാനായിട്ട് നെപ്പോളിയന് പറ്റുമോ, അല്ലെങ്കിൽ നെപ്പോളിയൻ അങ്ങനെ ചെയ്യോ എന്നുള്ളൊരു പേടി എന്താണ് യൂറോപ്പിൽ ആകെ പരന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ ഇവരെല്ലാരും കൂടിയിട്ട് സംഘടിച്ച് നെപ്പോളിയൻ അല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങളെയാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് എന്ത് അവിടുത്തെ യൂറോപ്പിലെ ജനങ്ങള് ഭയന്നത്. അങ്ങനെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ വെച്ചിട്ട് ആരേനെ പരാജയപ്പെടുത്തി, നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. നെപ്പോളിയന് അധികാരം നഷ്ടമായി. പക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്താണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ആർക്ക് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് എന്ത് പറഞ്ഞു, ഫ്രം ഫ്രാൻസ് ടു അതർ നാഷൻസ്, ഫ്രാൻസിൽ നിന്ന് മറ്റു രാഷ്ട്രങ്ങളിലേക്ക്. പിന്നെ ഫ്രാൻസില് നെപ്പോളിയൻ എങ്ങനെ ഭരണം നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്തുണ്ടായി, അവിടെ ഉണ്ടായ ചേഞ്ചസ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയൊക്കെയാണ് യൂറോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പഠിച്ചു നമ്മള്. പിന്നെന്താണ്,
നെപ്പോളിയൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് അധികാരം ലഭിച്ചതെന്നും അദ്ദേഹം എങ്ങനെയാണ് അവിടെ ഭരണം നടത്തിയതെന്നും അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് അധികാരം നഷ്ടമായതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. 1815 വാട്ടർലോ യുദ്ധത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടമായി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്ത് കഴിഞ്ഞു? ഫ്രഞ്ച് വിപ്ലവം മുഴുവൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? The Spanish and Portuguese colonized Latin America. അപ്പൊ എന്താണ്? സ്പാനിഷ് ആരാണ് കോളനി ആക്കിയിരുന്നത്? ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാരും അതുപോലെ സ്പാനിഷും ചേർന്നിട്ടാണ് എന്ത് ലാറ്റിൻ അമേരിക്കയെ കോളനികളാക്കിയിട്ട് മാറ്റിയത്, അല്ലെങ്കിൽ അവരുടെ കീഴിലായിരുന്നു ലാറ്റിൻ അമേരിക്ക. ടു എക്സ്പ്ലോയിറ്റ് ദെയർ ഇക്കണോമിക് റിച്ച്നെസ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ പഠിച്ചു അല്ലെ. അമേരിക്കയിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കുടിയേറിയത് ആളുകള്? അവരുടെ റിസോഴ്സസ് കൈക്കലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലേക്ക് എന്തായിരുന്നു? അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ദെയർ ഇക്കണോമിക് റിച്ച്നെസ്. അവരുടെ ഇക്കണോമിക് റിച്ച്നെസ്, സാമ്പത്തികമായിട്ടുള്ള ഇതെല്ലാം എന്ത് ചെയ്യാനാണ്? ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് അവര് ആരേനെ കോളനിയാക്കിയത്? ലാറ്റിൻ അമേരിക്കൻ കോളനികളാക്കി മാറ്റിയത്. Let us examine how the colonial rule affected the life of natives of Latin America. അപ്പോ സ്പാനിഷിന്റെയും പോർച്ചുഗീസിന്റെയും എന്ത് കോളനി ഭരണം എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെ ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ എന്താണ്? കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് അല്ലെ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? The Spanish and Portuguese propagated their language, religions and customs. അവരെന്ത് ചെയ്തു? ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളിലെ അവരുടെ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഭാഷയും മതവും ആചാരങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് അവരുടെ ഭാഷയും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. Then അടുത്തത് എന്താണ്? They built houses and churches in Spanish style. അവരെന്ത് ചെയ്തു? വീടുകളും പള്ളികളും ഒക്കെ എന്ത് സ്റ്റൈലിലാണ്? തീർത്തും സ്പാനിഷ് ശൈലിയിൽ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. അടുത്ത ഒരു റവല്യൂഷൻ ആണ്. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കയിൽ എങ്ങനെയായിരുന്നു എന്തുണ്ടായത്? റവല്യൂഷൻ ഉണ്ടായത്? എന്തായിരുന്നു അതിന്റെ കാരണം? പിന്നെ എങ്ങനെയാണ് അവിടുത്തെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ് അടുത്ത ടോപ്പിക്? ഏതാണ്? ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം പാബ്ലോ നെരൂദയുടെ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്നുള്ള വിവരണത്തില് ഒരു വിവരണം കാണാം അല്ലെ. അതിലെന്താണ് പറയുന്നത്? അവിടുത്തെ അവസ്ഥയെ കുറിച്ചിട്ടാണ്, ലാറ്റിൻ അമേരിക്കയിലെ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? മാച്ചു പിച്ചു. അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകളാണ് അതിൽ പറയുന്നത്. ഞാൻ ഇതുപോലെയല്ല, ജസ്റ്റ് അതെന്താന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ലൈൻസിന്റെ ആവശ്യമില്ല. കാരണം ഇനി ഉള്ള ഭാഗങ്ങളാണ് എന്താണ് കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ജസ്റ്റ് അവിടുത്തെ ഒരു അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്താണ്? ഇവിടെയാണ് ആ വീട്, ഇവിടെ ആയിരുന്നു ആ സ്ഥലം, പിന്നെ ഇവിടെയാണ് എന്ത് ചോളത്തിന്റെ കതിരുകൾ ഉയർന്നു വന്നത്. അവരോട് തിരിച്ചു തരാൻ പറയുക. എന്തിനാണ്? ഗിവ് മീ ബാക്ക് ദ സ്ലേവ് യു ബറീഡ്. നിങ്ങൾ കുഴിച്ചു മൂടിയ അടിമകളെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? മാച്ചു പിച്ചുവിൽ അദ്ദേഹം കണ്ട കാഴ്ചകളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പൊ അവിടെ എന്താണ്? ലാറ്റിൻ അമേരിക്ക സ്പെയിനിന്റെ കോളനി ആയിരുന്നു. അപ്പൊ സ്പെയിൻ ആയിരുന്നു എന്ത്? ലാറ്റിൻ അമേരിക്കയെ കീഴടക്കി. അതായത് സ്പെയിനിന്റെ കീഴിലായിരുന്നു ആരുണ്ടായിരുന്നത്? ലാറ്റിൻ അമേരിക്ക ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കീഴിൽ എങ്ങനെയൊക്കെയാണ് അവര് ജീവിച്ചിരുന്നത്, എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഇക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ കണ്ടീഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവര് റവല്യൂഷന് മുന്നിട്ട് ഇറങ്ങിയത് എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോണത്.